കൊറോണ സമയത്ത് ഓൺലൈനായിട്ട് കുറച്ച് ഞാനും മോളും കൊച്ചുമോളും കൂടി ഡാൻസ് പഠിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞപ്പോൾ നിർത്തി. പിന്നെ കൊച്ചുമോള് ടീച്ചറുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നിരുന്നു. അപ്പോൾ അവളെ വിളിക്കാനും കൊണ്ടുവിടാനൊക്കെ ഞാൻ വരും. അപ്പോൾ അങ്ങനെ ഇവിടെ സീനിയേഴ്സ് മറ്റുള്ള കുട്ടികളും പഠിക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഒരു എക്സസൈസ് എന്നുള്ള കണക്കിന് തുടങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾക്കൊരു പാഷനായി. സ്വപ്ന സാക്ഷാത്കാരത്തിൽ അരങ്ങേറുകയാണ്. ഈ വേദിയിൽ 65-കാരി ഷീലയ്ക്ക് മരുമകൾ രശ്മിയും കൂട്ടുണ്ട്. കൂടെ പഠിക്കുന്നവരെ പോലുള്ളവരെല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ആൻറ്റിയും കളിക്ക് അരങ്ങേറ്റം നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അരങ്ങേറ്റം ചിലങ്ക അണിയാനാണ് തീരുമാനിച്ചു. ചിലങ്ക അണിയാൻ തീരുമാനിച്ചു. നമ്മുടെ അരങ്ങേറ്റത്തിന്റെ ഭാഗമാണ്. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഞാനും ഇതുപോലൊരു വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി വേണം, വർക്ക് ഫ്രം ഹോം ആണ്, അപ്പം അങ്ങനെ തുടങ്ങിയതാ. പോയപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നി, നല്ല ഹെൽത്ത് വൈസ് ഓൾസോ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് തോന്നി, മെന്റലി ഓൾസോ. ഇവരുടെ ചുവടുകൾക്ക് പിന്നിൽ തിരുവനന്തപുരം SK ഡാൻസ് അക്കാദമിയാണ്. അരങ്ങേറ്റം പൂർത്തിയാക്കിയവർക്ക് ഒടുവിൽ പറയാനൊന്നു മാത്രം: ഞാൻ കണ്ടിന്യൂ ചെയ്യണം, ഞാൻ ഇവിടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. മെന്റലി ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ്. അരങ്ങേറിയവർക്കെല്ലാം പറയാനുള്ളത് മനോഹരമായ കഥകളാണ്. ആ കഥകൾക്ക് വഴിയൊരുക്കിയത് ഈ നൃത്തമാണ്. ആ നൃത്തം തുടരുകയാണ്, അവരെല്ലാം പുഞ്ചിരിക്കുകയാണ്. സജികുമാറും രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജിനാഥ് തന്നെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. രാവിലെ ശരിക്കും ഡാൻസ് നേരിട്ട് കണ്ടു അല്ലേ, അതൊരു വലിയ കാര്യം കേട്ടോ. പ്രായമായതല്ലേ, ഇനി ഡാൻസും പാട്ടും ഒക്കെ പറ്റുമോ എന്ന് പറയുന്നവർക്ക് മുന്നിലേക്കാണ് ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഈ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ തൊട്ട് മുമ്പത്തെ വാർത്തയും ഇത് കാണുമ്പോഴേ എനിക്കങ്ങ് വല്ലാത്തൊരു ആവേശം പോലെ പറയാനുള്ളത്. എത്ര പേര് ചുറ്റുമുണ്ട്, ഇങ്ങനെയുള്ളവർ വേണം ശരിക്കും. പൂജ, ഈ തോന്നൽ ഉണ്ടാകുന്ന ആദ്യം സ്വയം ഉള്ളിൽ നിന്നാണ്, പിന്നെയാണ് ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത്. കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് നല്ല ഉദാഹരണമുണ്ട്. കാരണം ഞാൻ പണ്ട് പഠിക്കാൻ വെച്ചിരുന്ന വയലിൻ പാതി വഴിക്ക് ഉപേക്ഷിച്ചതാണ് ഞാൻ ആ പഠിത്തമൊക്കെ. ഇപ്പം അമ്മ എടുത്തിട്ട് പഠിക്കുകയാണ്. അമ്മ തന്നെ ഒരു ഗുരുവിനെ കണ്ടെത്തി, അമ്മ അത് പഠിച്ച് എന്നെ ഇനി വായിച്ച് കേൾപ്പിക്കുകയാണ്. കേട്ടോ, ഞാൻ പഠിച്ച കണ്ടോന്ന് പറഞ്ഞു. ആ രീതിയിൽ സ്വയം ഉള്ളിലേക്ക് നോക്കി ആഗ്രഹങ്ങളിലേക്ക് പോകാൻ ഈ പ്രായമൊന്നും ഒരു ഘട്ടത്തിലും തടസ്സമാകില്ലെന്ന് പറയുന്ന ആളുകളുടെ വാർത്തകളിലൂടെയാണ് ഞാൻ കുറേ തവണ കടന്നുപോയത്. ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണിത്. എന്തായാലും ഏറ്റവും പ്രിയപ്പെട്ട കാര്യം, കോവിഡ് കാലത്തെക്കുറിച്ചാണ് ഇവർ പറഞ്ഞത്. അത് പ്രതിസന്ധി കാലഘട്ടമായിരുന്നു. ആ പ്രതിസന്ധി തരണം ചെയ്ത് വന്ന ചിലർ അവർ ഉള്ളിലേക്ക് നോക്കി, എനിക്കെന്താ അത് പഠിച്ചുകൂടി, എനിക്ക് ഇങ്ങനെ ചെയ്തുകൂടി എന്നൊക്കെ തോന്നിയ മനുഷ്യർ ചുറ്റുപാടും കുറേയുണ്ട്. അങ്ങനെ കുറച്ചുപേർ നർത്തകരാകുന്നു, പാട്ട് പാടുന്നു, ഓൺലൈനിൽ കൂടി പാട്ട് പാടുന്നു. അങ്ങനെ നല്ലൊരു മനോഹരമായ കലാത്മകമായ സർഗാത്മകമായ ലോകം ഉണ്ടാവുകയാണ്. തീർച്ചയായും ആ ഒരു സന്തോഷം അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇനിയും നിർത്തുന്നില്ല, പറ്റുന്നത്രയും കാലം വരെ ചിലങ്ക കിട്ടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകാൻ പറ്റട്ടെ, ചിലങ്ക അഴിക്കരുത് എന്ന് തന്നെയാണ്. ആദ്യം നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു എഴുത്തുകാരിയെ കുറിച്ച്, എഴുത്ത് നിർത്തരുത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ തോന്നുന്നുണ്ട്. ശരി രാഹുൽ, എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും മുന്നിലേക്ക് പോട്ടെ.